സ്നേഹത്തിൻ്റെയും കെട്ടുറപ്പിൻ്റെയും ഉദാത്ത മാതൃകയായി ചരിത്രം കുറിക്കുകയാണ് തലോലപ്പറമ്പ് ഫ്രണ്ട്സ് ഓഫ് യൂണിവേഴ്സൽ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയുടെ വിജയത്തോടെ സാർവത്രികമായി മാറിയ സാധാരണ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾക്കിടയിൽ തികച്ചും വ്യത്യസ്തമായി മാറിയാണ് ഫ്രണ്ട്സ് ഓഫ് യൂണിവേഴ്സൽ വേറിട്ട കാഴ്ചയാകുന്നത്. തലോലപ്പറമ്പ് യൂണിവേഴ്സൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ 3 വർഷം മുൻപ് വീണ്ടും ഒന്നിച്ചപ്പോൾ അതൊരു സാധാരണ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാത്രമായിരുന്നു. എന്നാൽ ഇന്നിത് ഏതു കാര്യത്തിനും പരസ്പരം സഹായിക്കുവാനും കൈത്താങ്ങാകുവാനും ഏതു പാതിരാത്രിക്കും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള സ്നേഹ കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ്. വിവാഹമോ പുരവാസ്തു ബലിയോ മരണമോ അസുഖങ്ങളോ കുട്ടികളുടെ വിദ്യാഭ്യാസമോ ആവശ്യം ഏതുമാകട്ടെ, വിശേഷം എത്ര വലുതോ ചെറുതോ ആകട്ടെ, ഫ്രണ്ട്സ് ഓഫ് യൂണിവേഴ്സിലെ മുഴുവൻ അംഗങ്ങളും ഓരോ സഹപാഠിക്ക് വേണ്ടിയും ഏത് കാര്യവും മാറ്റിവെച്ച് ഒന്നിച്ച് കളത്തിലിറങ്ങും. 32 വർഷം മുൻപ് പ്രീ ഡിഗ്രിക്ക് പഠിച്ച 17 വയസ്സുകാരുടെ അതേ ചുറുചുറുക്കും സ്നേഹവും കൂട്ടായ്മയും പ്രകടിപ്പിച്ച് പരസ്പരം താങ്ങും തണലുമാകും. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ, വീട്ടമ്മമാർ, വനിതാ സംരംഭകർ, അഭിഭാഷകർ, പൊതുപ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാർ, വ്യാപാരികൾ, വ്യവസായികൾ, സംഗീതജ്ഞർ, മറ്റു കലാകാരന്മാർ, കർഷകർ, ബിസിനസ്സുകാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ എന്നിവരടക്കം യൂണിവേഴ്സൽ കോളേജിലെ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം ജീവിതത്തിൽ വ്യത്യസ്ത തൊഴിൽ തിരഞ്ഞെടുത്തവരാണ് ഈ കൂട്ടായ്മയിലുള്ളത്. കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായ PS സുധീരൻ, ഖത്തർ പോലീസിൽ ഓഫീസറായ വർഗീസ് തോമസ്, വനിതാ സംരംഭകരായ ദീപ ബൈജു, സുമ സജീവ്, അനീഷ്യ രഞ്ജൻ, അഡ്വക്കേറ്റ് വീണ ജോഷി, AK ബൈജു, EK കൃഷ്ണൻ, VN രജിമോൻ എന്നിവരടക്കമുള്ളവരാണ് ഫ്രണ്ട്സ് ഓഫ് യൂണിവേഴ്സലിനെ നയിക്കുന്നത്. മുഖ്യ സംഘാടകരിലൊരാളായ PS സുധീരൻ്റെ വാക്കുകൾ. 1987-89 കാലഘട്ടത്തിൽ തലോലപ്പറമ്പ് യൂണിവേഴ്സൽ ട്യൂട്ടോറിയലിൽ പ്രീ ഡിഗ്രി പഠിച്ച ആൾക്കാരാണ് ഞങ്ങൾ. ഏതാണ്ട് 33 വർഷക്കാലം ഞങ്ങൾ പരസ്പരം കാണാതിരുന്നു. കാരണം പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം പലരും ഉന്നത വിദ്യാഭ്യാസമായിട്ടും ജോലി സംബന്ധമായിട്ടൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചേക്കേറി പോയിരുന്നു. 33 വർഷത്തിന് ശേഷം ഞങ്ങൾ 2022 ജനുവരി 27-ന് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. അതിനുശേഷം മാർച്ച് 27-ന് ഞങ്ങൾ ആദ്യത്തെ റിയൂണിയൻ സംഘടിപ്പിച്ചു. ഇപ്പോൾ പിന്നീട് ഇത് 3ാമത്തെ റിയൂണിയനാണ്. ആ റിയൂണിയൻ എന്ന് പറഞ്ഞാൽ വളരെ ആവേശകരമായിരുന്നു. എല്ലാവരും പരസ്പരം കാണാനും ഒന്ന് സ്നേഹം സാധാരണഗതിയിൽ ഒരു പതിവില്ലാത്ത കാര്യമാണ്. കാരണം പാർലർ കോളേജിൽ പ്ലസ് ടു ഉൾപ്പാടുണ്ട്, പ്രീ ഡിഗ്രിയാണ്. അപ്പൊ ഞങ്ങള് പ്രീ ഡിഗ്രിക്ക് അപ്പച്ച സാറില്ല അല്ലേ, അപ്പൊ ഫ്രണ്ട്സ് ഓഫ് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഞങ്ങള് പഠിച്ചത് 87-89 32 എത്ര വർഷം കഴിഞ്ഞതാണ്. ഇപ്പൊ ഒരു വർഷം 32. നമ്മള് ഒരു 33 വർഷത്തിന് ശേഷം ഞങ്ങള് റീയുണൈറ്റ് ചെയ്തു. ആ റീയുണൈറ്റ് ചെയ്തതിന്റെ പിന്നിൽ ഒരു ഇമ്പമായി കൂടുന്നതല്ല കുടുംബം. നാടാടെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നത്. 35 വർഷമായി, അതായത് ഏകദേശം 50-ൽ പരം വയസ്സിൽ 52ഓളം വയസ്സുള്ള ഒരു സുഹൃബന്ധം ഇതേപോലെ കൂട്ടായ്മ കൂടുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. പതിവ് തെറ്റിക്കാതെ ഈ വർഷവും തലോലപ്പറമ്പ് NSS ഓഡിറ്റോറിയത്തിൽ ഫ്രണ്ട്സ് ഓഫ് യൂണിവേഴ്സൽ അംഗങ്ങൾ ഒത്തുചേർന്നു. ആട്ടവും പാട്ടും കളിചിരികളും കൗമാരകാലം അയവിറക്കുകയും ജീവിത പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത് ഒരു ദിവസം മുഴുവൻ ഒന്നിച്ചു ചിലവഴിച്ചാണ് ഈ വർഷത്തെ സംഗമം അവസാനിച്ചത്. കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഭക്ഷണവും കൂട്ടായ്മയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.